തിരുവനന്തപുരം കാര്യവട്ടത്ത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നു. അടുക്കള പൂർണ്ണമായും കത്തി. അപകടത്തിൽ ആളപായമില്ല. പുക ഉയരുന്നത് കണ്ടതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. സ്വാന്തന സാജു നൽകും വിവരങ്ങൾ. സ്വാന്തന, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എന്തായാലും ആളപായമില്ല എന്നത് ആശ്വാസമാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കാര്യവട്ടത്തിനടുത്തുമാണ് ഒരു വീട്ടിലാണ് ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തന്നെ അടുക്കള പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രുതി ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഈ കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവർക്ക് താമസിക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വീടാണ്. ഈ ക്യാമ്പസിന് അടുത്ത് തന്നെ ഉള്ള ഒരു വീടാണ്. അവർ ഉച്ചയ്ക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഫ്രിഡ്ജിൽ നിന്നും പുക ഉയരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും പുറത്തുപോയി വീടിന് പുറത്തുണ്ടായിരുന്ന വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവരുടെ ശ്രദ്ധയിൽ ആ പുക പെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ ശ്രുതി. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം വ്യാപ്തി ആ ഒരു അപകടത്തിനുണ്ടായിരുന്നു. ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചപ്പോൾ എത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നുവെന്ന്. പിന്നീട് ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് കഴക്കൂട്ടം ഫയർഫോഴ്സിനെ വിളിച്ച് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം നൽകിയത്. പിന്നാലെ ഫയർഫോഴ്സ് എത്തിയാണ് ആ വീട്ടിലെ തീ അടച്ചത്. അടുക്കള ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ച നിലയിലാണുള്ളത്. ഇത് തന്നെയായാലും വിദ്യാർത്ഥികൾക്ക് തക്ക സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ശ്രുതി, ഇല്ലാത്ത പക്ഷം വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയേനെ. ഇപ്പോൾ എന്തായാലും അടുക്കള പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഫ്രിഡ്ജിന്റെ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളാകാം ഈ തീപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി അതാണ് മനസ്സിലാകുന്നത്. ഇനി ഷോർട്ട് സർക്യൂട്ടോ മറ്റെന്തെങ്കിലും ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറാണോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ശ്രുതി, എന്തായാലും വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നിലവിൽ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രതിനിധി അശ്വിൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തായിരുന്നു ആ സമയത്ത് കൃത്യമായി സംഭവിച്ചത് എന്ന് നമുക്ക് ആ വിദ്യാർത്ഥികളോട് അടക്കം ചോദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രുതി, സ്വാന്തന, എന്തായാലും ഈ ദൃശ്യങ്ങൾ അത് ഭയപ്പെടുത്തുന്നതാണ്. വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ആശ്വാസകരമായ കാര്യം ആ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ ആളപായമൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചത്? ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇതിനു മുൻപ് ഈ ഒരു ഫ്രിഡ്ജ് സാങ്കേതിക തകരാറുള്ള പ്രശ്നമുള്ള ഫ്രിഡ്ജ് ആയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാവുകയും പൊട്ടിത്തെറിക്കുകയും ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ആദ്യ ശ്രുതി, ഇന്ന് 1 മണിയോടുകൂടി അവർ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഫ്രിഡ്ജിന്റെ പുറകിൽ നിന്നും പുക വരുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ തന്നെ അവർ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് ആദ്യം നടത്തിയത്. ഫ്രിഡ്ജിന് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലായത് പിന്നാലെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി അവർ ആദ്യം ചെയ്തത് ഫ്രിഡ്ജിന്റെ ഭാഗത്തുള്ള വൈദ്യുതി അല്ല, മറിച്ച് വീടിന്റെ മൊത്തം വൈദ്യുതി അവർ വിച്ഛേദിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷമാണ് ഈ വൈദ്യുതി പൂർണ്ണമായും തന്നെ വിച്ഛേദിച്ചതിന് ശേഷമാണ് ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ, ഈ വീട്ടിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വീടിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അടുക്കള പൂർണ്ണമായും തന്നെ തീ പടർന്നത്. അപ്പോൾ ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാറ് ഈ ഫ്രിഡ്ജിന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ വ്യക്തത നൽകുവാൻ സാധിക്കില്ല. പക്ഷേ പ്രാഥമികമായി ഫ്രിഡ്ജിനുണ്ടായിരുന്ന എന്തോ ഒരു തകരാറ് തന്നെയാണ്. കാരണം ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം പുക ഉണ്ടാകുകയാണ് ചെയ്തത്. ആ പുക കണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയി ഈ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഈ വൈദ്യുതി വിച്ഛേദിച്ചത്. പക്ഷേ അതിനുശേഷമാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ എത്തി അവിടുത്തെ ആ വീട്ടിലെ തീ അണയ്ക്കുവാൻ അവർക്ക് ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ആ വീടിന്റെ അടുക്കള ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ച ഒരു അവസ്ഥയാണ് ശ്രുതിയുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്നാണ് ആ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ദൃശ്യങ്ങളുടെ ഭയാനകത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ്. അവർ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ശ്രുതിയുള്ളത്. എന്തായാലും ആ പുക ഉയർന്നതിന് പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയത് തന്നെ എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്ന് അവരെ രക്ഷിച്ചിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ആ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരം കാര്യവട്ടത്താണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.